ദ സ്റ്റോറി ഓഫ് മണി. സോ ഞാൻ ഉണ്ടായപ്പോൾ എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും പല പേരിടണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. മെയിൻലി എൻ്റെ പപ്പ ആലോചിച്ച് വെച്ച പേരുകളാണ് ശ്രുതി, കാവ്യ, പിന്നെ ഏതാണ്ടൊക്കെ ശ്രുതി, കാവ്യ, കടൽ, കാറ്റിൻ. അങ്ങനെ എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും പേരുകൾ ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് ഇരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ ഗ്രാൻഡ് മദർ സ്റ്റെപ്പിൻ ചെയ്യേണ്ടി വന്നു. ഓക്കെ, നിങ്ങൾ കൊച്ചിന് പേരിടുവോ ഇടായിരിക്കും, എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് അവളെ എന്തെങ്കിലും വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഗ്രാൻഡ് മാ എൻ്റെ വീട്ടിൽ ഓമനത്തോടു കൂടി മീനുക്കുട്ടി എന്ന് വിളിക്കാൻ തുടങ്ങി. ഈ 97-ൽ മീനു ഒരു ഫേമസ് പേരായിരുന്നു, ഇഫ് യു ഡോണ്ട് നോ. ഓക്കെ, എൻ്റെ അപ്പച്ചൻ, എൻ്റെ അമ്മ വീട്ടുകാർ, എൻ്റെ പപ്പ വീട്ടുകാർ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. കടലായി വളർന്ന സ്നേഹമുറങ്ങി. എനിക്ക് തോന്നുന്നു സർട്ടിഫിക്കറ്റൊക്കെ ആ കാലഘട്ടത്തിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. സർട്ടിഫിക്കറ്റൊക്കെ അവർ പിന്നീടാണ് എഴുതാൻ പോയത്. എന്ന് വെച്ചാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി പോയപ്പോൾ അവർ ചോദിച്ചു കൊച്ചിൻ്റെ പേരെന്താന്ന്. അപ്പോൾ എൻ്റെ അമ്മയും അപ്പനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു. അയ്യോ ശരിയാണല്ലോ, നമുക്ക് പേരിടാൻ മറന്നുപോയി. അയ്യോ സാറേ, ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരണ്ട ആ ഒരു ധൃതിയിൽ കുറച്ച് മാസമല്ലേ ഉണ്ടായിട്ട് പേരിടാൻ മറന്നുപോയി. അപ്പോഴത്തേനും അമ്മ പറഞ്ഞു, എന്തായാലും വീട്ടിലെ അമ്മച്ചി മീനുക്കുട്ടി എന്നാണല്ലോ വിളിക്കുന്നത്. എൻ്റെ ഭാഗ്യത്തിന് അവരാ മീനുക്കുട്ടിയിലെ കുട്ടി ഇട്ടില്ല. അല്ലാതെ ഞാനിപ്പം മീനുക്കുട്ടി എന്ത് ചെയ്യുന്നു, അമ്മയെ സഹായിക്കുന്നു എന്ന് പറഞ്ഞിരിക്കേണ്ടി വന്നേനെ. എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഇച്ചിരി ബുദ്ധി തോന്നിയുകൊണ്ട് മീനു എന്ന പേരിട്ടു. 1997-ൽ 10256 മീനു ആണ് ഞാൻ. എൻ്റെ ജൂനിയർ ക്ലാസ്സിലൊരു കൊച്ചുണ്ടായിരുന്നു മീനു. ആ കൊച്ചിന് ഇൻ്റർവെല്ലൊക്കെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു മുഖത്തൊക്കെ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അതേ പേരില്ല ആ കൊച്ചിനും. അങ്ങനെ വെറുത്ത് അവസാനം ഞാൻ അതിന് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എനിക്ക് ആ പേര് ഇപ്പോഴും ഇഷ്ടമില്ല. ഞാൻ എൻ്റെ അപ്പനോട് അമ്മയോട് എപ്പോഴും വഴക്കുണ്ടാക്കും. കാരണം എന്നാ, വീട്ടിലെ മീനും, സ്കൂളിലും മീനും, രജിസ്റ്ററിലും മീനും, സർട്ടിഫിക്കറ്റിലും മീനും, എല്ലാം മീനും. എനിവേ ആ പേര് അവർ മാറ്റിയില്ല. വീട്ടിൽ അവരെ മീനുക്കുട്ടി എന്ന് വിളിച്ചുകൊണ്ടിരുന്നവർ ബർത്ത് സർട്ടിഫിക്കറ്റ് മീനു അതിന് ശേഷം കുട്ടി പോലും ഇല്ലാണ്ടായി. മീനു തന്നെ വിളിക്കുന്നത്. എന്തെങ്കിലും ആട്ടെ, എൻ്റെ ഈ കഥകളൊക്കെ ഞാൻ ആരോട് പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ 1999-ൽ അത് സംഭവിച്ചു. എൻ്റെ അപ്പനും അമ്മയ്ക്കും രണ്ടാമത്തെ തെറ്റ്. എൻ്റെ അനിയത്തി അവളുണ്ടായപ്പോൾ അവർ ലിൻഡ മരിയ, ഞാൻ കൂനു, അവൾ ലിൻഡ മരിയ. അന്ന് എനിക്ക് 2 വയസ്സേ ഉള്ളതുകൊണ്ട് ഞാനിതൊന്നും അറിഞ്ഞില്ല. നല്ല കാര്യം, ഇല്ല എനിക്ക് വല്ല അറ്റാക്കും വന്നേനെ. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയുടെ സൈഡിൽ ഗ്രാൻഡ് പേരൻസ് സ്റ്റെപ്പിൻ ചെയ്തു. അവളെ വീട്ടിൽ പാപ്പ മോളേന്ന് വിളിക്കാൻ തുടങ്ങി. കടൽ, കാറ്റിൻ നെഞ്ചിൽ. അപ്പച്ചൻ ഉടനെ പാപ്പി, അപ്പോൾ ഉടനെ പാപ്പി, അപ്പച്ചനോട് അമ്മച്ചിയോട് പാപ്പിക്ക് സ്നേഹം. പാപ്പിക്ക് അവളോട് മാത്രം സ്നേഹം. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? കുറച്ച് പ്രായമായപ്പോൾ അവർ എൻ്റെ അപ്പനോട് അമ്മയോട് അവൾ പറയാണ് ലിൻഡ മരിയ എന്നുള്ള പേര് അവൾക്ക് വേണ്ട, അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്. അവൾ നടന്നു വരുന്ന വഴിക്ക് അവൾ കണ്ട ഒരു ഹോട്ടലിൻ്റെ പേര് മഹിമ, അവൾക്ക് അത് മതിയെന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഡിമാൻഡും ഇല്ലാതെ ഒരു പേര് സ്കൂളിലും വീട്ടിലും വിട്ട് നടന്ന എനിക്ക് ഉണ്ടായ അനീത്തിയാണ്. നല്ല അടിപൊളി പേരായ ലിൻഡ മരിയ അവൾക്ക് വേണ്ട, മഹിമ എന്ന് മതിയെന്ന്. അപ്പം എൻ്റെ അപ്പൻ എനിക്കിട്ടൊന്ന് നോക്കി. ആദ്യത്തെ കൊച്ച് ഭേദമായിരുന്നു, രണ്ടാമത്തെ ഇത്തുണ്ടല്ലോ, എൻ്റെ ഐഡിയ അല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു മൈൻഡിൽ അപ്പൻ അവിടെ ഇരുന്നു. ഇനി അവർ പോയി അവളുടെ പേര് മാറ്റി, ലിൻഡ മരിയ എന്നുള്ള പേര് മാറ്റി അവർ മഹിമ എന്നിടാൻ പപ്പയ്ക്കൊരു മടി. കാരണം എല്ലാവർക്കും അപ്പം മഹിമ എന്ന് പറഞ്ഞ പേരുള്ളതുകൊണ്ട് പപ്പ എന്ത് ചെയ്തു, എത്ര കളിച്ചിട്ടൊന്നും പറ്റുന്നില്ല, അക്ഷരമാലയിൽ കുറച്ച് അക്ഷരങ്ങളൊക്കെ എടുത്തൊക്കെ തട്ടി മഹിത എന്നാക്കി. അങ്ങനെയാണ് ഇവൾ മഹിതയായത്. എനിക്കെപ്പോഴും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുക ഞാൻ 10ാം ക്ലാസ്സും +2 ഒക്കെ പാസ്സായി. ഈ കൂനു എന്നുള്ള പേര് വെച്ച് വീട്ടിലെല്ലാവരും എന്നെ മീനൊന്ന് വിളിക്കും. പിന്നെ അതും ചുരുങ്ങി എടി വാടി പൊടി എന്നൊക്കെ. ഞാനങ്ങ് സഹിച്ചു. അല്ലെങ്കിലും മൂത്ത കൊച്ചുങ്ങൾക്ക് ആരെവിടെ മൈൻഡ് കൊടുക്കുന്നത്? ഞങ്ങൾക്കൊരു നീതി പണ്ടോട്ടേ ഇല്ലല്ലോ. കടൽ, കാറ്റിൻ നെഞ്ചിൽ. ഇവിടെ വീട്ടിൽ എല്ലാവരും പാപ്പമോളെ എന്ന് വിളിക്കണം. എനിക്കൊക്കെ അലിയിൽ ഞാൻ വന്നിട്ട് പാപ്പേ 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 എന്ന് മാത്രമേ ഞാൻ വിളിക്കാറുള്ളൂ. അങ്ങനെ ഒരു പാപ്പമോള്. ഞാൻ എവിടെ പറഞ്ഞോണ്ടിരുന്നത്? അങ്ങനെ ഡിഗ്രിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പം എനിക്കൊരു ഐഡിയ, എനിക്കല്ല എൻ്റെ അനിയത്തിക്കൊരു ഐഡിയ. അവൾ കുറേ ടിക്ടോക്കൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ടിക്ടോക്കിൽ കയറിയത്. അപ്പോൾ ഞാൻ നോക്കിയപ്പം മീനു എന്നൊക്കെയുള്ള പേരിട്ട് ശരിയാവും, നമ്മളൊരു ടിക്ടോക്ക് ചെയ്യുന്നൊരു വലിയ വ്യക്തിയുടെ. അപ്പം ഞാൻ എൻ്റെ മാമോദിസ പേര് റീത്ത എന്നാണ്. എൻ്റെ അപ്പനും അമ്മയ്ക്ക് ആ പേരിട്ടാൽ പോരെ, റീത്ത എന്നുള്ളത് എന്ത് നല്ല മെനയുള്ള പേരാ. ശരിയിട്ട് കടൽ, കാറ്റിൻ നെഞ്ചിൽ. കണക്ക് നന്നായി കേട്ടോ, ഇല്ല സ്കൂളിൽ വല്ല റീത്ത് എന്നൊക്കെ പേരാക്കിയ. കാരണം ഈ മീനുവിന് തന്നെ എൻ്റെ സ്കൂളിൽ തന്നെ ചീഞ്ഞ മത്തിനൊക്കെ അവരോട് വിളിച്ചോണ്ടിരുന്നത്. എന്തോ ഒരു സൈറ്റിൽ അറിയാം. അങ്ങനെ ഇരിക്കും ഞാൻ അതിനകത്തുകൊണ്ട് റീത്ത എന്നിട്ടപ്പോൾ ആ പേരൊന്നും കിട്ടുന്നില്ല. അതൊക്കെ ആരണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അങ്ങനെയാണ് റീത്തൂസ് എന്നുള്ള പേര് ഞാൻ ഇട്ടത്. അതും S കിട്ടാത്തതുകൊണ്ടാണ് Z ഇട്ടത്.
എന്നിട്ടും ആ പേര് കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ എന്നെ 97 കൂടെ കയറ്റി. അങ്ങനെ ഞാൻ റീത്തൂസ് എന്നറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കുറച്ച് മനസ്സിന് കുറച്ച് കുളിർമയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. കൊള്ളാം, ഒരു പുതിയ പേരിൽ ഞാൻ അറിയപ്പെടുമല്ലേ, ഈ കുഞ്ഞു എന്നുള്ള പേരല്ലാതെ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ റീത്ത ഫ്രാൻസിസ് എന്ന് അപ്ഡേറ്റ് ചെയ്തു. കാരണം ഇറ്റ്സ് മൈ സോഷ്യൽ മീഡിയ, ഞാൻ എന്ത് വേണമെങ്കിലും. അങ്ങനെയാണ് ഞാൻ റീത്ത ഫ്രാൻസിസ് എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. പിന്നെ റീത്തൂസ് എന്നുള്ളത് റീത്തുവായി, റീത്തു എന്നുള്ളത് റീത്തു തന്നെയായി. അങ്ങനെ കുറേ പേരുകളൊക്കെ കിട്ടി. അങ്ങനെ മീനു എന്ന് മാത്രം പേരുണ്ടായിരുന്നു ഞാൻ. മീനു, റീത്തൂസ് 97, റീത്ത, റീത്തു എന്നൊക്കെ അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ എനിക്കിപ്പോൾ ഒരുപാട് പേരുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോഴാണ് ഞാൻ ജോലി കയറിയത്. ജോലിയിൽ എന്നെ അവർ മീനൂന്ന് പിന്നെയും വിളിക്കും എന്നുള്ള പേടിയായിരുന്നു. ഞാൻ ആദ്യമേ ചെന്നപ്പോൾ പറഞ്ഞു യു ക്യാൻ കോൾ മീ ഫ്രാൻസിസ്. അങ്ങനെ അപ്പൻ്റെ പേര് എടുത്ത് കാച്ചാന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു. കാരണം ഇംഗ്ലീഷ് രാജ്യങ്ങളെല്ലാം സർനെയിം വിളിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്നെ ഫ്രാൻസിസ് എന്ന് വിളിച്ചാൽ മതി, എനിക്ക് അതാണ് ഇഷ്ടം. എന്നെ അങ്ങനെ എല്ലാവരും വിളിക്കാറ്. എന്ത് ചെയ്യാനാ? അങ്ങനെ തന്നെ ഫ്രാൻസിസ് എന്ന് വിളിച്ചു. അങ്ങനെ എൻ്റെ അനിയത്തി ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വർക്ക് ചെയ്യാൻ വന്നു. അപ്പം അവൾ അന്ന് എന്നെക്കാളും ജൂനിയർ ആണല്ലോ. അപ്പം അവിടെയുള്ള എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണല്ലോ. അവളും ഫ്രാൻസിസ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഇപ്പോൾ വീട്ടിൽ വരെ അവൾ എന്നെ ഫ്രാൻസിസ് എന്നാണ് വിളിക്കുന്നത്. പപ്പയുടെ ഫ്രാൻസിസ് എന്നുള്ള പേര് കുറച്ച് സ്റ്റൈലുള്ള പേരായിട്ട് എനിക്ക് തോന്നുന്നു. കുറച്ച് ഓൾഡ് ഫാഷൻ ആണെങ്കിൽ ഇംഗ്ലീഷ് കൺട്രീസിലൊക്കെ പെണ്ണുങ്ങൾക്ക് ഫ്രാൻസിസ് എന്നുള്ള പേരുണ്ട്. ഞാനത് അറിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പെറ്റ് നെയിം ഇല്ലല്ലോ, വീട്ടിലെനിക്ക് വേറെ പേരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന ഞാൻ ഇപ്പം എത്ര പേരിന് ഉടമയാ എന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കണം. അതായത് നമുക്ക് ഈ കാരണന്മാർ തോന്നി പേരിട്ടിട്ട് അവർ പിന്നെ അത് മാറ്റാൻ നടക്കൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഉത്തരത്താണ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റുക എന്നുള്ളത്. അപ്പം നിങ്ങൾ പ്രൊആക്റ്റീവായിട്ട് നിങ്ങളുടെ പേര് ഇഷ്ടമില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒക്കെ അങ്ങോട്ട് മാറ്റുക. പിന്നെ അപ്പോൾ ആരെങ്കിലും എന്നോട് ചോദിക്കും എന്നാൽ പിന്നെ ഗസറ്റിലും കൂടെ പബ്ലിഷ് ചെയ്ത് ഒഫീഷ്യലായിട്ട് അങ്ങ് മാറ്റിക്കൂടെന്ന്. വേണ്ട, അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള സമയം എനിക്കില്ല. എന്നിങ്ങനെ ഡേ ടു ഡേ ലൈഫിൽ അറിയപ്പെടുന്നതൊന്നും വേറെ വല്ല പേര് വിളിക്കണം എനിക്ക് ആഗ്രഹമുള്ളൂ. അല്ലാതെ ഈ ഒഫീഷ്യലി ഇതിനകത്തൊക്കെ മാറ്റാൻ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെയാണ് എനിക്ക് ഇത്രയും പേരുണ്ടായത്. ഈ സ്വന്തം പേര് ഇഷ്ടപ്പെടാതെ വിഷമിച്ചിരിക്കുന്നതോട് പറയാനുള്ളത്, വിഷമിക്കണ്ട, എന്നെപ്പോലെ പേര് മാറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ പിന്നെ കാണാം.